മോള് വീട്ടിൽ ഈ പണിയൊക്കെ എടുക്കലുണ്ടോ? ആ, വീട്ടില് അത്യാവശ്യം പണിയൊക്കെ ഞാൻ എടുക്കലുണ്ട്. പിന്നെ അങ്ങനെ ഭക്ഷണം വെക്കാനൊന്നും തന്നെ കയറ്റില്ല. അതെന്താ? അവർക്ക് ഞാൻ ഉണ്ടാക്കി കൊടുത്താലൊന്നും പിടിക്കൂല ആന്റി. ദേ, ഞാൻ എപ്പോഴും പറയുന്ന കേട്ടോ എന്നെ ആന്റിന്ന് വിളിക്കരുതെന്ന്. സോറി സോറി. അല്ല, ബാക്കിയുള്ളവരൊക്കെ എപ്പോഴും എണീക്കാ? പിന്നെ അർജുനും സജിനും ഒക്കെ എണീച്ച് വരണമെങ്കിൽ 1 മണി 2 മണിയൊക്കെ ആവും. 1 മണി 2 മണിയോ? സത്യം പറഞ്ഞാൽ ഞാനും വിചാരിക്കലുണ്ട് ഇവർക്ക് ഇതിന് മാത്രം ഉറങ്ങാൻ എന്താണാവോ. ഞാനും വിചാരിക്കുന്നതാ. ഇത് ഓഫ് ആക്കട്ടെ അമ്മേ. ഓഫ് ആക്കിക്കോ. അല്ല ശ്രുതി, കല്യാണത്തിന്റെ ഡ്രസ് ഒക്കെ എടുക്കാൻ പോണ്ടേ? ആ, പോണം. സമയമുണ്ടല്ലോ. ആ, പിന്നെ ചേച്ചി, ഞാനൊരു കാര്യം പറയാൻ മറന്ന്. എന്താ? എന്റെ ചേട്ടന്റെ മോള് വരും കേട്ടോ അങ്ങോട്ട്. ഇന്നാ? ആ, വന്നോട്ടെ. എന്ത് സ്പെഷ്യൽ വാങ്ങണോ? സ്പെഷ്യൽ ഒന്നും വേണമെന്നില്ല. അത് കുഴപ്പമില്ല, അത് വന്നോട്ടെ. മോളൊരു കാര്യം ചെയ്യ്, അർജുനെ ഒന്ന് പോയി വിളിക്കോ. ഇന്ന് ഓഫീസിൽ പോണെന്നൊക്കെ പറയുന്ന കേട്ടിരുന്നു. ഞാനോ? അതിനെന്താ? കല്യാണം കഴിഞ്ഞാ പിന്നെ ചെയ്യേണ്ടതല്ലേ? അല്ലല്ല, കല്യാണൊക്കെ കഴിഞ്ഞാ പിന്നെ ചെക്കനൊക്കെ വിളിക്കേണ്ടതല്ലേ? അങ്ങനെ. ഓ, അങ്ങനെ. കൂട്ടത്തിൽ മീരനെ കൂടി വിളിച്ചേക്ക്. അവർക്കൊന്ന് കോളേജിൽ പോണ്ടതാ. ഓ, വിളിക്കാലോ. വേഗം ചെല്ലേ. ആ, എന്റെ ശ്രുതി, നീ വല്ലാത്തൊരു ഭാഗ്യവതിയാ. ആ, എന്താ ചേച്ചി? ഇത്ര നല്ല മരുമോളെ കിട്ടിയില്ലേ? അത് സത്യ. ചേച്ചിക്കും കിട്ടട്ടെ. ഇനി എന്നാണാവോ? അല്ല ചേച്ചി, ഇത് പറയണ്ടേ? എന്റെ വായനാണെ വീണു പോവാ. എനിക്ക് നമുക്ക് സാവധാനം പറയാം. ഇവിടൊന്നും ആരുമില്ലല്ലോ. ഇവരൊക്കെ നേരത്തെ എണീച്ചോ? ഗുഡ് മോർണിംഗ് ചേച്ചി. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. നിന്റെ ചേച്ചി എവിടെ? അതെന്താ? ആണോ? ഞാൻ മീരനെ എണിപ്പിക്കാൻ വന്നതാ. നീ താഴേക്ക് വാട്ടോ. ഇതായിരിക്കില്ലേ റൂം? പോയി നോക്കാം. ഗുഡ് മോർണിംഗ് ബ്രോ. ഗുഡ് മോർണിംഗ്. എങ്ങോട്ടാണ് ഈ മിസൈൽ വിട്ട മാതിരി? അല്ല, ഇത് ബ്രോന്റെ റൂമാണോ? ആണല്ലോ. എന്തേ? അല്ല, അപ്പോ ആ കൊരങ്ങന്റെ റൂം ഏതാ? യു മീൻ അർജുൻ? അതെ അതെ. ഇത് അവന്റെ കൂടെ റൂമാ. എന്തേ? അല്ല, അമ്മ പറഞ്ഞ് വിളിക്കാൻ. ഓ ഓ, അപ്പൊ അവനെ തെരഞ്ഞു വന്നതാ അല്ലേ? അകത്തെ ചെല്ല്, നല്ല സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട്. എണീച്ചില്ല? എവിടുന്ന്? അവൻ എണീക്കണമെങ്കിൽ ഒരു 2 മണിയെങ്കിലും ആവും മോളെ. ഷേടാ, ഞാനിപ്പോ എങ്ങനെ എണീപ്പിക്കും? അതൊന്നും എനിക്കറിയില്ല. നീ എന്തായാലും എണീപ്പിച്ചോ. ഓൾ ദി ബെസ്റ്റ്. ഞാൻ പോട്ടെ, ഓഫീസ് ഉണ്ട്. ആ, ഓക്കെ. അപ്പൊ കാണാം. ശരി എന്നാ. ആ, ശരി ശരി. എന്റെ ഈശ്വരാ, ഇനി ആ കൊരങ്ങനെ ഞാൻ എങ്ങനെ എണീപ്പിക്കും? ഓ, എന്തൊരു പാവ മനുഷ്യൻ. പക്ഷെ ഓർമ്മ മാത്രാനേ ഉള്ളൂ. എന്തിപ്പോ വിളിക്കാ? അർജുനെ? പ്രസന്റ് സാർ. അർജുനെ, ഒരു അനക്കൂല്ലല്ലോ. അർജുനെ? എന്താ മുത്തേ? അപ്പൊ ബോധമുണ്ടല്ലേ? ഇടാ. എന്തൊരു കാഷ്ടാ. ചീവീടിനൊക്കെ ഇപ്പൊ സൗണ്ട് കൂടിയോ? ചീവീട് നിന്റെ മറ്റവള്. എടാ ചെക്ക, വന്ന് എണീച്ചേ. അമ്മേന്റെ സൗണ്ട് അല്ലല്ലോ. ഇതാരത്? നീ എന്താ ഇവിടെ? ഞാനോ ഒരു ഡാൻസ് കളിക്കാൻ വന്നതാ. റൂമിനകത്തോ? അതിന് നിനക്ക് ഡാൻസ് അറിയോ? ഒന്ന് എണീച്ച് വരുവോ? എങ്ങോട്ട്? ദുബായിക്ക്. നമ്മളെന്തിനാ പോയി ദുബായി പോന്നേ? എന്റെ ഈശ്വരാ, ഇങ്ങനെ ഒരു പൊട്ടനാണല്ലോ. വേണേ എണീച്ച് വാ, ഞാൻ പോവാ. പോലെ പോലെ. എന്താ? ശരിക്കും നീ എന്തിനൊന്നാ? നിന്നെ എണീപ്പിക്കാൻ. എന്നെ എണീപ്പിക്കാനോ? അപ്പൊ സ്നേഹണ്ടല്ലേ? പിന്നെ സ്നേഹം കൊണ്ടൊന്നല്ല, അമ്മ പറഞ്ഞിട്ടാ. ശരിക്കും അമ്മ പറഞ്ഞിട്ടാ? ആ, ഞാൻ വിശ്വസിച്ച്. അല്ല ഹിറ്റ്ലറെ, ഓഫീസ് പോണ്ടേ? പോണം. എന്നാ വേഗം പോയി റെഡി ആയിക്കോ. അല്ല, ഇന്നലെ പറഞ്ഞതൊക്കെ ഓർമ്മ ഉണ്ടോ അതോ മറന്നുപോയോ? എന്ത്? അല്ല, ഇന്നലെ രാത്രി ഒരു സംഭവം പറഞ്ഞില്ലേ നീ? ഞാനെന്ത് പറഞ്ഞു? ഓർമ്മല്ല? ഇല്ല. എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ? അതിനെന്താ? അതിനൊന്നുമില്ല, വെറുതെ ഒന്നുകൂടി ഉറപ്പ് വരുത്താൻ. ഞാൻ പോവാ, നീ താഴേക്ക് വരാൻ നോക്ക്. മുങ്ങാണല്ലേ? ഞാൻ എടുത്തോളാം. പോവാടുന്നേ. നിന്റെ ഡ്രസ് കൊള്ളാം. ഒരു വെറൈറ്റി പിടിച്ചത് നന്നായി. നീ പറഞ്ഞോണ്ടാ ഞാൻ ഇതിട്ടെ. ഇല്ല, ഇത് ഇടൂലായിരുന്നു. ഇതിനെന്താ? എടി, ഞാൻ ഇങ്ങനത്തെ ഒന്നും ഇടയില്ലല്ലോ. ഇടയ്ക്ക് ഒരു വെറൈറ്റി ഒക്കെ ട്രൈ ചെയ്യണം. എന്നാലും എന്നാലില്ല, നല്ല രസമുണ്ട്. ശരിക്കോ? ആ, എന്നാ കുഴപ്പമില്ല. മീര ഇത് നോക്കിയേ. എന്താ കോച്ച് നേരത്തെ തന്നെ എത്തിയെന്ന് തോന്നല്ലോ. അതെ, ഞാനൊന്ന് പോയി മുട്ടി നോക്കിയാലോ? അതെ, വേണ്ടാത്ത പണിക്ക് കണ്ടോ. ഫ്രണ്ടാക്കാൻ പറ്റുമോ നോക്കാലോ. നിനക്കെന്താ അവനെ കണ്ടപ്പോ മുതലൊരു ഇളക്കം? ഇളക്കൊന്നല്ല, അയ്യേ, അതിനെയൊക്കെ കണ്ടിട്ടോ. അവനെന്താ കുഴപ്പം? അയ്യേ, എന്റെ ടൈപ്പല്ല. മാഡത്തിന്റെ ടൈപ്പ് എങ്ങനെയാണാവോ? അതൊക്കെ ഉണ്ട് മോളെ. എന്തായാലും നിന്റെ എന്റെ ഒക്കെ ടേസ്റ്റ് വേറെയാ. എന്റെ ടേസ്റ്റിന് എന്താ കുഴപ്പം? അയ്യോ, നിന്റെ ടൈപ്പിന് ഒരു കുഴപ്പമില്ലേ. ഓഫീസിൽ പോയിട്ടുണ്ട്. എന്താവോ എന്തോ. വാ പോവാ. പോ മീര അവിടുന്ന്. ഓ, ഏട്ടത്തിയമ്മ വന്നാലും പോയേ മീരെ. നാണം കണ്ടില്ലേ? നീ വാ. വരെ നടക്ക്.
എടാ എല്ലാരും സെറ്റല്ലേ? എല്ലാരും സെറ്റാണ് ചേട്ടാ. സോറി സാർ. എടാ സാറിനൊന്നും വിളിക്കല്ലേ, എന്തോ പോലെ. നീ ചേട്ടാ തന്നെ വിളിച്ചാ മതി. അത് പറ്റൂല, ടീച്ചർമാര് കേട്ടാലേ എനിക്കാവും ചീത്ത. ഇപ്പൊ നമ്മൾ രണ്ടാളും മാത്രല്ലേ ഉള്ളൂ, സാറിനൊന്നും വിളിക്കല്ലേ. ഇപ്പൊ കുഴപ്പമില്ല. ആ മീര ചേച്ചി. ഹായ്ടാ. ചേട്ടാ ഇതാണ് മീര ചേച്ചി, അറിയോ? ആ എന്റെ ക്ലാസ്സിലുള്ളതല്ലേ. അറിയോ? അറിയാം. ഹായ്. ഹായ്, ഞാൻ മിഥുൻ. അറിയാം. അല്ല ചേച്ചി ഒറ്റയ്ക്കാണോ? അല്ലടാ, ചിന്നുണ്ട്. എന്നിട്ടെവിടെ? ആൾക്കാരെ കോൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ടേ അങ്ങോട്ട് പോയതാ. ഓ എന്നാ നിങ്ങളെ ഡിസ്കഷൻ നടക്കട്ടെ, ഞാൻ പോവാ. ആ ഓക്കെ, കാണാം. ശരി, ബൈ മിഥുൻ. ബൈ ബൈ. എടാ എന്താ ചേട്ടാ? അവളെങ്ങനെയാ ആള്? ഭയങ്കര ജാടയാ. പാവാ, നമ്മളോടൊക്കെ ഭയങ്കര കമ്പനിയാ. ഓ, ഞാൻ ഫസ്റ്റ് കണ്ടപ്പോ വിചാരിച്ചു ഭയങ്കര ജാടയായിരിക്കുന്നു. എന്തു പറ്റി ചേട്ടാ? ഒന്നുമില്ല, എനിക്കിവിടെ വന്നതിന് ശേഷം ഫ്രണ്ട്സ് ഒന്നും ആയില്ല. അപ്പൊ പിന്നെ ക്ലാസ്സിലൊക്കെ ആരെയും ഫ്രണ്ടായി കിട്ടുമായിരുന്നെങ്കിൽ നന്നായനെ. ഫ്രണ്ടാക്കാൻ പറ്റിയ ആരെയും ഉണ്ടോ തെരഞ്ഞു നടത്തിയിരുന്നു. ഇവള് കൊള്ളാം. ചേട്ടൻ ധൈര്യമായിട്ട് ഫ്രണ്ടാക്കിക്കോന്നേ, നല്ല ചേച്ചിയാ. വാ, അവിടെ മാച്ച് തുടങ്ങി. വാ. എന്താണ് മാഡം, മുഖത്ത് ബൾബ് കത്തി നിൽക്കണ്ടല്ലോ. അവൻ വന്ന് മിണ്ടിയായിരിക്കല്ലേ? ഏയ്, ഞാൻ അങ്ങോട്ട് പോയി മിണ്ടി. എന്ത് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല, ഹായ് പറഞ്ഞു. എടോ, അവന് നമ്മളെ അറിയാം. നമ്മളറിയാത്ത, അല്ല സോറി, നിന്നെ അറിയാത്ത ആരാ ഈ കോളേജിലുള്ളേ? എന്ത് ചെയ്യാനാ, പോപ്പുലർ ആയിപ്പോയില്ലേ. അതെ, ഈ കോളേജിലെ ഏറ്റവും വലിയ തല്ലുകൊള്ളി. ഒന്ന് പോയ ചിന്നു, എനിക്ക് നിന്നെ നിന്റെ ലവറായിരുന്നു ഇവിടുത്തെ ഏറ്റവും വലിയ തല്ലുകൊള്ളി. ചേട്ടനും കണക്കാ, അനിയത്തിയും കണക്കാ. അതാണ് ഞാൻ എന്റെ ചേട്ടന്റെ പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ആയിക്കോട്ടെ, ക്യാൻറ്റീനിൽ പോവാ, എനിക്ക് വിശക്കുന്നു. വാ. ഇതാണ് ഓഫീസ്. ഇവിടെയാ നീ വർക്ക് ചെയ്യണ്ടേ. ഇവിടെയുള്ള മാനേജർ പറയുന്ന പോലെ നീ കേക്കണം, കേട്ടല്ലോ? എന്തോന്നാനു ഇത്? എന്താ? എന്തു പറഞ്ഞാലും മാത്രമേ ഉള്ളൂ. ഞാൻ വേറെന്താ പറയണ്ടേ? നീ എന്തേം പറ. വാ, നിന്റെ ക്യാബിൻ കാണിച്ചുതരാം. എന്താണ് അനു? ശരി, നടക്ക്. ഇതാണ് നിന്റെ ക്യാബിൻ, ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്ക്. എന്റെ ഡ്രസ് എങ്ങനെയുണ്ട്? വല്ലാത്തൊരു ചോദ്യാണല്ലോ. കൊള്ളാം. ശരിക്കും രസമുണ്ടോ? എന്തേ? ഒന്നുമില്ല. അല്ല, എത്ര മണിക്ക് നമുക്ക് വീട്ടിൽ പോവാം? പണിയെടുത്ത് തുടങ്ങിയില്ലല്ലോ, അതിന് മുന്നേ നിനക്ക് വീട്ടിൽ പോണോ? അല്ല, വെറുതെ ചോദിച്ചതാ. എന്നാ പണി തുടങ്ങിക്കോ, ഞാൻ അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. അല്ല, നിന്റെ ക്യാബിൻ എവിടെയാ? എനിക്കെന്ത് ക്യാബിൻ? ഞാനിതിന്റെ ഓണറല്ലേ. അത് ഓണേഴ്സിന് ക്യാബിൻ ഇല്ലേ? ക്യാബിനൊക്കെ ഉണ്ട്, പക്ഷെ ഈ ഓഫീസിലില്ല. എന്റെ അവിടുത്തെ ഓഫീസിലേ ഉള്ളൂ. ഓ, അപ്പൊ നീ ഇവിടെ വർക്ക് ചെയ്യില്ല? ഇല്ല, ഞാനിവിടേക്ക് ഒന്ന് ചുറ്റി കണ്ടിട്ട് വീട്ടിൽ പോവും. എന്നെയും കൂട്ടണേ. അയ്യടി മോളെ, ഇരുന്ന് പണിയെടുക്കാൻ നോക്ക്. ഇവിടെ വന്നാ നീ ഞാനൊന്നും ഇല്ലട്ടോ, സാറേന്ന് വിളിച്ചോ. ഞാൻ വിളിക്കണോ? വിളിക്കണം, നീ എന്തായാലും വിളിക്കണം. സാറിന് പകരം വേറെ എന്തെങ്കിലും ആയാലോ? വേറെന്ത്? നമ്മൾ സ്ഥിരം നെയിം. അതേത് നെയിം? കൊരങ്ങ. ഡി വേണ്ടേ? വെറുതെ പറഞ്ഞതല്ലേ സാറേ. പണി തുറന്നാ നോക്ക്, ഞാൻ അവിടെ ഉണ്ടാവും. ഓക്കെ. എന്തൊരു ചൂടാലേ. ആണേ, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ആ ഷെഡിൽ എങ്ങനെ പോയിരിക്കാന്ന്. അപ്പൊ അവർക്ക് കളി കാണണത്രേ. സ്പോർട്സ് ഡേ എന്ന് പറഞ്ഞ കളി കാണണ്ടേ? അതിന് നിനക്ക് ഈ കളിനെ പറ്റി വല്ലതും അറിയോ? അതില്ല. പിന്നെ നമ്മൾ എന്ത് കാണാൻ നിക്കുക? പോവാന്നാ. അയ്യോ മീരെ, എന്താ? അയ്യോ, ഈ സീൻ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഞാൻ ചത്തില്ലേ? ഇവനോ? കണ്ണുണ്ടൂടെ നിനക്ക്? മാത്സ് നടക്കുമ്പോഴാ ഗ്രൗണ്ട് കൂടി നടക്കുക. അത് പിന്നെ കളി കാണാൻ വന്നതാ. ഇപ്പൊ കണ്ടേനെ. ഞാൻ വല്ല സ്വപ്നം കാണാണോ? പോവാ നോക്ക്. ഓക്കെ. ഒരു മിനിറ്റ്, താങ്ക്സ് ട്ടോ. എന്തിന്? ആ ബോളിന്ന് എന്നെ രക്ഷിച്ചേന്. ശരി. പോവാ. വേഗം വാ. അമ്മേ. അർജുനേട്ടാ. എന്റെ ഭഗവാനെ. സുഖാണോ? പിന്നെ കുറച്ചു നേരം മുന്നേ വരെ. ഇതാരാ? ഇതെന്റെ ഒരു റിലേറ്റീവ് ആടാ. അർജുനേട്ടന്റെ കല്യാണമായിട്ടെന്താ എന്നെ വിളിക്കാഞ്ഞത്? എന്റെ കല്യാണോ? ഞാനതിനല്ലേ വന്നേ. നിന്റെ കല്യാണമായിട്ട് നീ എന്നോട് പറഞ്ഞില്ലല്ലോ. ഞാൻ എന്നെ എപ്പോഴാ അറിയുന്നേ? ആര് പറഞ്ഞു എന്റെ കല്യാണാന്ന്? ഇതൊക്കെ അറിയാതെയാണോ നടക്കുന്നേ? കൊച്ചു കള്ളൻ. ഇതാരാ? ഇത് ഇവിടെയുള്ള ഒരാളാ. എന്തേ? ഒന്നുമില്ല, ഞാൻ വിചാരിച്ച് അർജുനേട്ടന്റെ ആരെങ്കിലും ആയിരിക്കുന്നു. ചേട്ടന് പണ്ട് നമ്മൾ കളിക്കുന്നതൊക്കെ ഓർമ്മ ഉണ്ടോ? ഇല്ല. എന്ത്? പണ്ട് നമ്മൾ കല്യാണം കഴിച്ച് കളിക്കില്ലായിരുന്നോ? അതെ, ഞാൻ വല്ലാതെ ഓർക്കുന്നു.
ആ വന്നോ? വന്നു പോയി. ശരണ്യ, നീ ഒന്ന് അടുക്കളയിലേക്ക് പോവോ? ഓ മേമേ. അർജുനേട്ടാ, ഞാൻ കാണാൻ വരാട്ടോ. ഓ അല്ലമ്മ, ഇവളെന്താ ഇവിടെ? ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഒരു പരിപാടി ഉണ്ടെന്ന്, അവളതിന് വന്നതാ. എന്ത് പരിപാടിയെന്നൊന്ന് പറയോ? അതൊക്കെ നീ വഴിയേ അറിയൂ. അറിയുന്നുണ്ട്. എന്റെ കല്യാണല്ലേ? നിന്നോടാര് പറഞ്ഞു? ഞാൻ അറിഞ്ഞ്. അല്ല, പെണ്ണാരാ? ആ, അതറിഞ്ഞില്ലല്ലോ, സന്തോഷം. ആ, ഒന്നിപ്പോ പറയില്ല. നീ പോയി ഫ്രഷ് ആവാൻ നോക്കിക്കേ, ഫുഡ് എടുത്തേക്കാം. അപ്പൊ ശരിക്കും നിന്റെ കല്യാണം? എനിക്കൊന്നും അറിയില്ല. മോളെ പോയി ഫ്രഷ് ആവട്ടോ. ആ. എടാ സജിനെ, നീ പറഞ്ഞതിലും വല്ല സത്യാവസ്ഥ ഉണ്ടാവോ? എന്ത് സത്യാവസ്ഥ? ഇനി ആ ശരണ്യനെ ഞാൻ കെട്ടേണ്ടി വരുവോടാ? പറയാൻ പറ്റൂല. ആ പിന്നെ, ഞാൻ യുഎസിലെ പോവും. അതായിരിക്കും നന്നാവുക. ആ, ഇതാരൊക്കെയാ? എന്താണ് ഭയങ്കര ചർച്ചയാണല്ലോ. അത് അർജുന്റെ കല്യാണത്തിനെ പറ്റിയാ. ആ, പറഞ്ഞതുപോലെ അർജുനേട്ടന്റെ കല്യാണം എപ്പോഴായത്? നീ എങ്ങനെ അറിഞ്ഞ്? എന്നോട് അനന്യ ചേച്ചി പറഞ്ഞു. സത്യാണോ? സത്യൊക്കെ തന്നെയാ. പക്ഷെ പെണ്ണാരാ? പെണ്ണാരാൻ ചേട്ടൻ അറിയില്ലേ? ഇല്ലടാ, അതാണ് പ്രശ്നം. നിങ്ങൾ വിചാരിച്ച കണ്ടുപിടിക്കാൻ പറ്റില്ലേ? കണ്ടുപിടിക്കാൻ ട്രൈ ചെയ്യാം. എങ്ങനെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചാ. അല്ലാനോ, നീ അറിഞ്ഞോ? അറിഞ്ഞു. അറിഞ്ഞിട്ടെന്താ ഒരു കുലുക്കല്ലാത്തേ? ഞാൻ എന്ത് ചെയ്യാനാ? അല്ല, നിനക്കും ഒരു പ്രശ്നമില്ല? എനിക്കെന്ത് പ്രശ്നം? എടി, എന്റെ കല്യാണമാണ്. ആ, അതിനെന്താ? നിനക്കൊന്നുമില്ല? എനിക്കൊന്നുമില്ല. എടാ അർജുനെ, നീ ഇങ്ങനെ ഡെസ്പാവല്ലേ. പെണ്ണാരാന്ന് നോക്ക. ഏതേ നല്ല പെണ്ണായിരുന്നാ മതിയായിരുന്നടാ. അർജുനേട്ടൻ. എന്താടാ? ആ, അതെന്റെ റിലേറ്റീവാ. എന്തേ? ഒരു 21 വയസ്സൊക്കെ ഉണ്ടാവും. എന്തേ? അവള് പണ്ടേ അങ്ങനെയാടാ. നിനക്ക് പറ്റും. അങ്ങനൊന്നും പറയല്ല അനുവോ. ഒന്നുമില്ല ശരണ്യ, നീ പോവാൻ നോക്ക്. ശരണ്യാണോ? എന്നെ പണ്ട് ഇങ്ങനെ നല്ലല്ലോ വിളിക്കല്. എന്നെ വാവേന്നല്ലേ വിളിക്കല്. രോമാഞ്ചം വരുന്നു. ചേട്ടാ, അനന്യ ചേച്ചിന്റെ മുഖം നോക്കിയേ. അർജുന് നല്ലൊരു ഗിഫ്റ്റ് കിട്ടാനുള്ള ചാൻസ് കാണാനുണ്ട്. സത്യം. എന്നെ പഴയ പോലെ വാവേന്നൊന്ന് വിളിച്ചേ, ഞാൻ കേക്കട്ടെ. എന്റെ ഈശ്വരാ. ശരണ്യ പ്ലീസ്, എനിക്ക് നല്ല തലവേദന എടുക്കുന്നുണ്ട്. ഞാൻ രാവിലെ വിളിച്ചാൽ മതിയോ? അയ്യോ, തലവേദനയാണോ? ഗുളിക വേണോ? ഒന്നും വേണ്ട, കുറച്ച് സമാധാനം തരുമോ? ഞാൻ മസാജ് ചെയ്ത് തരണോ? വേണ്ട, ഞാൻ ഉറങ്ങാൻ പോവാ. ബൈ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. പിന്നെ ലവ് യു ടു. എന്തോന്ന് ചേട്ടാ ഇത്? ആർക്കറിയാം. ചേട്ടാ ഫുഡ് കഴിച്ചോ? ഓ, കഴിച്ച്. അർജുനേട്ടന്റെ ഫ്രണ്ട് ആയിരിക്കില്ലേ? അതെ. ചേട്ടാ, ചേട്ടനെ ചിന്നു വിളിച്ചില്ലേ നേരത്തെ? തിരിച്ചു വിളിക്കുന്നില്ലേ? ആ വിളിക്കണം. നീ മാറി മീരെ. ഞാൻ വരവാ. ആ, എന്നാ വാ. ചേച്ചി വരുന്നില്ലേ? എങ്ങോട്ട്? അടുക്കളയിലേക്ക്. ചേച്ചി ഇവിടെ ജോലി എടുക്കുന്നല്ലേ? പെണ്ണെ, എന്നെ പറഞ്ഞോ? എന്നെ ചേച്ചിന്ന് വിളിക്കണ്ട, നമുക്കൊക്കെ ഒരേ പ്രായ. എനിക്ക് ചേച്ചിന്ന് വിളിക്കാനാ ഇഷ്ടം. പിന്നെ എന്നെ കണ്ടാ പ്രായം തോന്നില്ലല്ലോ, ചേച്ചിനെ കണ്ടാ തോന്നും. അതാട്ടോ. ഗുഡ് നൈറ്റ് ചേച്ചി. അവളൊരു ചേച്ചി. അർജുനേട്ടനും. എടാ അർജുനെ, എനിക്ക് കാണിച്ചു തരാം. നീ എന്താ ദിയ ഈ ഫോണിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നേ? കുറെ നേരമായല്ലോ ഫോണിൽ നോക്കി ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നേ. ഓ, ഞാൻ ആ ചിന്നുവിന്റെ പോസ്റ്റ് ഒക്കെ എടുത്ത് നോക്കിയതാ. വാട്ട് പോസ്റ്റ്? അവളും സജിനേട്ടനും കൂടി നിൽക്കുന്ന ഫോട്ടോ. വൈ ഡിയർ, എന്തുകൊണ്ട് നീ എന്നെ നോക്കിയില്ല? ഓ, 4-5 ബോയ് ഫ്രണ്ടിനെ ഒരുമിച്ച് കൊണ്ടുവന്നാക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അതിനും വേണം മോളെ ഒരു ഭാഗ്യം. ഓ, എനിക്ക് അങ്ങനത്തെ ഭാഗ്യൊന്നും വേണ്ടേ. അല്ല, എവിടെ പോയി നിന്റെ ഫ്രണ്ട്? ഇവൻ ഭയങ്കര ലേറ്റ് ആണല്ലോ. ആക്ടറൊക്കെ അല്ലേ, അപ്പൊ പിന്നെ ലേറ്റ് ആവില്ലേ? ഹി ലുക്ക് നൈസ്. യാ, പണ്ട് നമ്മളെ സ്കൂളിലൊക്കെ എത്രയോ ക്രഷുള്ള ആളായിരുന്നു. ബട്ട് ഹി ഓൺലി ലൈക്ഡ് ഹർ. ഏതാ, ചിന്നുനെയോ? അതെ. വൈ ഡിഡ് ഷി റിജക്റ്റഡ് ഹിം? അതൊക്കെ വലിയ കഥ എന്റെ സോണിയ. പറയാൻ നിന്നാലേ ഇതൊന്നും തീരൂല. ആ, വന്നല്ലോ. ഹേയ്, ഞാൻ ലേറ്റ് ആയോ? കുഴപ്പമില്ല. ഇന്ന് കുറച്ച് എക്സ്ട്രാ വർക്ക് ഉണ്ടായിരുന്നു, അതാട്ടോ ലേറ്റ് ആയത്. ഇറ്റ്സ് ഓക്കേ. സോറി ട്ടോ, ഇന്നലെ വരാൻ പറ്റാഞ്ഞേല്. കുഴപ്പമില്ല, ഇന്നലെ ഞാനും കുറച്ച് ബിസി ആയിരുന്നു. സോ പ്ലാൻ എന്തായി? പ്ലാൻ നമ്മൾ ചെയ്തില്ലല്ലോ. പിന്നെ ഐ ഹാവ് ടു ഷോ യു സംതിങ്. ഓ, ആ ചെക്കൻ്റെ ഫോട്ടോ ആണോ? ആ, അതെ. ഹാവ് എ ലുക്ക്. വാട്ട് ഡു യു തിങ്ക്? അപ്പൊ ഇവനാണല്ലേ ആള്? ഞാൻ പറയുകയാണെങ്കിൽ ഐ ഡോണ്ട് വോണ്ട് ടു ഹേർട്ട് ഹിം. പക്ഷെ അവക്ക് എന്ത് പറ്റിയാലും എനിക്ക് കുഴപ്പമില്ല. എനിക്ക് കുഴപ്പമാണല്ലോ. അതാണ്. സോ വി നീഡ് എ ബെറ്റർ പ്ലാൻ. അവനെങ്ങനെയാ പറയുന്നതൊക്കെ പെട്ടെന്ന് വിശ്വസിക്കുന്ന ടൈപ്പാണോ? വിശ്വസിക്കും, പക്ഷേ നമ്മളാരും, പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞാൽ തീരെ വിശ്വസിക്കില്ല. ബിക്കോസ് ഹി നോസ് മീ. ഞാനാണെങ്കിലോ?
വി ക്യാൻ ട്രൈ. പക്ഷേ പാളരുത്. പാളിയ അവന് മനസ്സിലാവും. നമ്മൾ കുറച്ച് ആലോചിച്ച് തീരുമാനം എടുക്കണം. പിന്നെ നിവാൻ, ഈ പ്ലാൻ ഫുൾ വർക്കൗട്ട് ആക്കാൻ നീ കൂടെ ഉണ്ടാവില്ലേ? യാ ഓഫ് കോഴ്സ്. നീ അന്ന് വിളിക്കുന്നവരെ ഞാൻ അവളെ പറ്റി അധികം ആലോചിച്ചിരുന്നില്ല. ബട്ട് ഫ്രം ദാറ്റ് ഡേ ഓൺവേർഡ്സ് ഐ തിങ്ക് സംതിങ് ഇസ് ഹിറ്റിംഗ്. ഗുഡ്. ആ ഹിറ്റിംഗ് നല്ലതാണ്. ഐ വോണ്ട് ഹർ. അത് എന്ത് കൊടുത്തിട്ടാണെങ്കിലും വേണ്ടില്ല. ആ ഓക്കെ ഓക്കെ. ഈ സ്പിരിറ്റാണ് നമുക്ക് വേണ്ടത്. ഉം.